സോ നമ്മൾ ആദ്യം തന്നെ ഇന്ന് പോകുന്നത് ഈ ഒരു സെൻട്രൽ മാർക്കറ്റ് ഹാളിലേക്കാണ്. ഇത് ഈ ഒരു സിറ്റിയിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മാർക്കറ്റാണ്. ചെന്നപ്പോൾ തന്നെ ഈ ഒരു ചേച്ചീനെ കണ്ടു. ഈ ചേച്ചി മാർക്കറ്റിലേക്ക് ആൾക്കാരെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നൊന്നുമല്ല, അതിന് തൊട്ടപ്പുറത്തുള്ള ആ ചേച്ചിയുടെ റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. എന്തായാലും ചേച്ചി നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ ഈ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്. ഈ ഒരു ഹംഗറിയിലെ തന്നെ വൺ ഓഫ് ദി സ്പെഷ്യാലിറ്റി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പപ്പരിക്കയാണ്. ഇത് മെയിനായിട്ടും 3 ഫ്ലേവറിൽ ഇവിടെ അവൈലബിൾ ആണ്: സ്വീറ്റ്, സ്പൈസി, സ്മോക്ക്ഡ്. അങ്ങനെ അതുപോലെ തന്നെ ഇത് പല രൂപത്തിലും ഭാവത്തിലും ഒക്കെയാണ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഐ ക്യാച്ചിങ് ആണ്. പിന്നെ ഇതേ ഒരു മുട്ടയും കോഴിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചേട്ടനെ കണ്ടു. അവിടുത്തെ കോഴികളുടെ അംബാസഡർ ആണെന്ന് തോന്നുന്നു. ആ കോഴിച്ചേട്ടനെ ബായി ഒക്കെ പറഞ്ഞ് ഞങ്ങൾ മാർക്കറ്റിന്റെ ഇടവഴികളിലൂടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടന്ന സമയത്ത് ഇതുപോലെ പല വർണ്ണ വിസ്മയങ്ങൾ തീർത്ത് ഒരുപാട് സാധനങ്ങൾ കണ്ടു. അതായത് പ്ലേറ്റ്, കപ്പ്, സോസർ, പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ്. ഇതിന്റെയൊക്കെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പലരുടെയും കലാവിരുതാണ്, അതായത് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ആണെന്ന്. എന്തായാലും ഈ മാർക്കറ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എ ബെസ്റ്റ് സ്പോട്ട് ടു ബൈ സോവനീർസ്. ഒരുപാട് സോവനീർസ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും, പല രൂപത്തിലും ഭാവത്തിലും. അതായത് കീ ചെയിൻ വേണേൽ കീ ചെയിൻ, ഫ്രിഡ്ജ് മാഗ്നറ്റ് വേണേൽ ഫ്രിഡ്ജ് മാഗ്നറ്റ്, ഇതുപോലെ ലാമ്പ് വേണേൽ ലാമ്പ്, സാന്റാക്ലോസിന് വേണേൽ സാന്റാക്ലോസ്, അങ്ങനെ എന്തും വാങ്ങിക്കാം. പക്ഷേ വാങ്ങിക്കുന്ന സാധനങ്ങൾ നല്ല വെൽ പാക്ഡ് ആയിട്ട് വേണം തിരിച്ചു കൊണ്ടാൻ. ഇല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും അത് നല്ല തവിട് പൊടിയായിട്ടുണ്ടാവും. എനിക്കോ അങ്ങനെ ഒരു അബദ്ധം പറ്റി. അത് നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എനിവേ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ബേസ്മെന്റിലേക്ക് വന്നു. ബേസ്മെന്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു കാഴ്ച ഇത് കണ്ടപ്പോഴത്തേനും നാട്ടിലെ ഒരു ഉപ്പിലിട്ട കടയുടെ വാതിക്കൽ നിൽക്കുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഷേപ്പിലാണ് അത് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത്. ആന, ബട്ടർഫ്ലൈ, ചെമ്മരിയാട്, അങ്ങനെ ഒരുപാട് ഷേപ്പിൽ. അത് ഭയങ്കര ഐ കാച്ചിങ് ആയിട്ട് തോന്നി. അങ്ങനെ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങളുടെ ഇന്നത്തെ ലിസ്റ്റിലുള്ള ബാക്കി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ്. അതൊക്കെ അടുത്ത പാർട്ടി കാണാം.